ഈ കടുവയെ മയക്കുവെടി വെക്കാതെ പുറത്തേക്ക് എത്തിക്കുന്നു. അതിന്റെ അവസാനവട്ട നടപടികൾ പൂർത്തിയാക്കുന്നു. ഫയർഫോഴ്സ് ഈ പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വല കെട്ടി നമ്മൾ നേരത്തെ കാണാം റോപ്പ് ഉപയോഗിച്ച് റോപ്പിൽ നിന്ന് ഒരു കിണറിന്റെ കപ്പയിലൂടെ വല താഴേക്ക് ഇറക്കി അതിനെ കുരുക്കി പുറത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഏതാണ്ട് 7-8 വയസ്സ് പ്രായമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 500 കിലോ 400-450 കിലോയ്ക്ക് അടുത്ത് ഒരുപക്ഷെ ഭാരം കൂടി ഈ കടുവയ്ക്ക് ഉണ്ടായിരിക്കാം. അത്തരത്തിൽ അത്രയും വലിയ ഭാരമുള്ള ഈ കടുവയെ ജീവനോടുകൂടി തന്നെ അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത്. ചെറിയൊരു കിണറാണ്, അതിന് വലിയ വാവട്ടോ വിസ്താരമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കിണറ്റിലേക്ക് വീണ കടുവയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് ഉണ്ടെങ്കിൽ മയക്കുവെടി വെച്ചാൽ അതിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകും. എന്തായാലും മറ്റൊരു വല കൂടി ഉപയോഗിച്ചുകൊണ്ട് കടുവേനെ ആ വലയ്ക്കുള്ളിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കടുവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ചെറിയൊരു കിണറ്റിലേക്കാണ് കടുവ വീണത്. ആ കിണറ്റിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മുഖമോ അല്ലെങ്കിൽ വാരിയല്ലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ഇടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ അങ്ങനെ വലിയൊരു എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കടുവയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആളുകളൊക്കെ വലിയ ഭീതിയോടുകൂടി തന്നെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശത്ത് പുലിയും ആനയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഒരു കടുവയെ പിടികൂടുന്നത്. ഇപ്പോൾ ഈ കടുവയെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള അതിന്റെ അവസാനവട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും എത്രയും വേഗം ഏതാണ്ട് 10 മണിക്കൂറിലേക്ക് പിന്നിടുന്നു. 10-ാം മണിക്കൂറിൽ കിണറ്റിലകപ്പെട്ട കടുവയെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കടുവേനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. ആളുകളെല്ലാം ഇവിടെ അടുത്തേക്ക് കൂടി നിൽക്കുന്നുണ്ട്. ആളുകളെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് മാറ്റുകയാണ്. അങ്ങേയറ്റം സുരക്ഷ ഒരുക്കി മാത്രമേ ഈ കടുവേനെ പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ. കടുവ കൂട്ടിൽ ഈ കിണറ്റിലകപ്പെട്ടു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ മലയോര മേഖലയായിട്ട് പോലും ഇവിടുന്ന് 100 കണക്കിന് ആളുകൾ നാട്ടുകാരെല്ലാം ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷ ഒരുക്കി മാത്രമേ കടുവേനെ ഈ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നാട്ടുകാർ എല്ലാവരും അതിനോട് സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചതാണ്. ഒരു കൗതുകത്തിനപ്പുറത്തേക്ക് അങ്ങേയറ്റം സുരക്ഷ വേണ്ട ഒരു കാര്യമാണ്. വലിയ കൗതുകം ആളുകൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. പക്ഷേ ആ കൗതുകത്തിനപ്പുറം വലിയ സുരക്ഷ ഒരുക്കി മാത്രമേ ഈ കടുവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകണം. അവരുടെ ഒരു തരത്തിലുമുള്ള മറ്റ് ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. കുറേയധികം നാട്ടുകാരും വലിയ തരത്തിൽ ഈ കടുവയെ പിടികൂടുന്നതിനോട് അങ്ങേയറ്റം സഹകരിക്കുന്നുണ്ട്. കാരണം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത് കാണാൻ വേണ്ടി അവർ വന്നിട്ടുള്ളത്. അതല്ലാതെ ഒരു തരത്തിലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രക്രിയകളെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങേയറ്റം നാട്ടുകാർ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആശങ്ക കഴിയുന്ന ഒരു മണിക്കൂറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചേട്ടാ, ഈ നാട്ടിലുള്ളതാണോ? എന്താ ഇപ്പൊ ആശ്വാസമാകുന്നുണ്ടോ? പേടിയുണ്ടോ? പേടിയില്ല. ഇല്ല, അവര് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അവരെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ആനയും പുലിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടും. എന്താ ഈ പ്രദേശത്തിന്റെ സാഹചര്യം? അല്ല, പുലി ആനയൊക്കെ സാധാരണയായിട്ട് ഇവിടെ വനമേഖലയിൽ വേരിക്കുന്നുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ളതാണോ? അതെ അതെ, ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ, സകല സാധനങ്ങളും ഉണ്ട്. അവരുടെ ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വലിയ കൗതുകത്തോടു കൂടിയാണ് ആളുകൾ ഇവിടെ വന്ന് ഈ കടുവയെ പിടികൂടുന്നത് കാണാനായിട്ട് നിൽക്കുന്നത്. എന്തായാലും പ്രജിൻ അതിൻ്റെ ഏറ്റവും അവസാനവട്ട ലാപ്പിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ലാപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഈ കടുവേനെ ഇപ്പോൾ തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മയക്കുവെടി വെക്കാതെ തന്നെ കടുവേനെ വലയ്ക്കുള്ളിലാക്കി ഇവിടുന്ന് വനംവകുപ്പിന്റെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആദ്യം ഈ കടുവയെ പിടികൂടി കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ കോന്നിയിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും DF ഓഫീസിലേക്ക് മറ്റ് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോയി വൈദ്യപരിശോധന നൽകിയതിന് ശേഷം മറ്റെവിടെയെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും അത് എപ്രകാരമാണ് എന്നതിനെ കുറിച്ച് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും പറഞ്ഞിട്ടില്ല. കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. കടുവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം. അതിനുശേഷം ഇതിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിന് അത് തീരുമാനമെടുക്കും. എന്തായാലും കടുവയുമായുള്ള വല പുറത്തേക്ക് വരുന്നു. കടുവ അങ്ങനെ 10-ാം മണിക്കൂറിൽ ഈ പറയുന്ന ചിറ്റാറിലെ വില്ലൂന്നിപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കടുവ 10-ാം മണിക്കൂറിൽ പുറത്തേക്ക് വരികയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവുമായിട്ട് തോക്കടക്കമുള്ള സംവിധാനങ്ങളുമായിട്ട് ഇതിനെ കരയ്ക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ അങ്ങേയറ്റം സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഈ കടുവയെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ഒരു അരമണിക്കൂറിനകമെങ്കിലും കടുവയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ഏതാണ്ട് 10 മണിക്കൂർ നേരിടുന്ന ഒരു വലിയ ദൗത്യം തന്നെ, വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊടുവിൽ കടുവയെ പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം കടുവയുമായുള്ള വനംവകുപ്പിന്റെ വല പുറത്തേക്ക് വരും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് വല പുറത്തേക്ക് വലിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ വലയിൽ കുടുങ്ങിയ കടുവേനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ മറ്റൊരു വലയിലേക്കാക്കി ഇവിടുന്ന് കടുവയെ കൊണ്ടുപോകും. എന്തായാലും അവസാന വട്ടത്തിലാണ് കടുവയുമായിട്ടുള്ള ഒരു ദൗത്യം വനംവകുപ്പ് നടത്തുന്നത്.
ഇത് രണ്ടാം തവണ, അതായത് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ പറയുന്ന വടശ്ശേരിക്കരയായാലും വില്ലൂന്നിപ്പാറയായാലും മറ്റ് പലയിടങ്ങളിലായാലും അവിടെയെല്ലാം പലതരത്തിലുള്ള വന്യമൃഗശല്യം ഈ സമീപകാലത്തായിട്ട് വലിയ തരത്തിൽ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കാട്ടുപോത്തിൻ്റെയും അതുപോലെ തന്നെ കാട്ടാനയുടെയും ശല്യം, കൃഷി നശിപ്പിക്കുന്ന കാട്ടാന, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവ, അത്തരത്തിൽ അങ്ങനെ വലിയ ശല്യം തീർക്കുന്നതിനിടയിലേക്കാണ് ജനവാസ മേഖലയിൽ ഒരു കടുവ കൂടി കിണറ്റിലാകപ്പെട്ടത്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ കിണറ്റിൽ നിന്ന് ഏതാണ്ട് 10-20 ആളുകൾ കുടിവെള്ളം അടക്കം ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ കുടിവെള്ളം അടക്കം മുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടുവയുടെ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം പോയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ കടുവയെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയാണ്. കടുവയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. കടുവയുമായുള്ള വനം വകുപ്പിന്റെ വല പുറത്തേക്ക് വരികയാണ്. കടുവനെ പുറത്തേക്ക് ഇറക്കുകയാണ്. അങ്ങേയറ്റം സുരക്ഷിതമായിട്ട് തന്നെ വേണം പുറത്തേക്ക് കടുവനെ കൊണ്ടുപോകാനായിട്ട്. എല്ലാവരെയും ഈ കടുവനെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ആ ഒരു കടുവയെ കാണാനുള്ള കൗതുകവുമായിട്ട് ആളുകളൊക്കെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കൂടി അല്പം ശ്രമകരമാണ്. എന്തായാലും കടുവയെ വലയ്ക്കുള്ളിലാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അല്പം പ്രയാസമുണ്ട്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അതിനെ മറച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ പരമാവധി നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ആ ദൃശ്യങ്ങൾ പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കടുവയാണ്, കടുവയ്ക്ക് അടുത്ത് ജീവനുള്ള കടുവയാണ്. അതിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. എന്തെങ്കിലും തരത്തിൽ പുറത്തേക്ക് വന്നാൽ അത് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങേയറ്റം സുരക്ഷിതമായി നിന്നുകൊണ്ട് മാത്രമേ കടുവേനെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളടക്കം എടുക്കാൻ കഴിയുകയുള്ളൂ. പ്രേക്ഷകർ അതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. വലിയ തരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾക്ക് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങേയറ്റം നല്ല ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് കടുവയുമായുള്ള വനംവകുപ്പിന്റെ വല പുറത്തേക്ക് വരികയാണ്. അതിനെ കാണുന്നതിനായിട്ട് വലിയ കൗതുകവുമായിട്ട് ആളുകളൊക്കെ കിണറിന് ചുറ്റും പോവുകയാണ്. വലിയ സുരക്ഷിതമായിട്ടുള്ള കിണറോ കാര്യങ്ങളോ ഒന്നുമല്ല, കല്ലക്കിടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു ഫോൾട്ടായിട്ട് മാറും. അങ്ങനെ ഒരു വീഴ്ചയും ഉണ്ടാകാതെ കടുവനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യം അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് എത്തുന്നു. ഏതാണ്ട് രാവിലെ 5 മണിയോടുകൂടി കിണറ്റിലകപ്പെട്ട കടുവയെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ഏതാണ്ട് 9 മണിയോടുകൂടിയാണ്. 9 മണി 10 മണിയോടുകൂടിയാണ് കടുവനെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള രക്ഷാദൗത്യം തുടങ്ങിയത്. ആ ദൗത്യം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. കടുവനെ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. കടുവ എന്തായാലും വലയ്ക്കുള്ളിലായിട്ടുണ്ട്. വലയ്ക്കുള്ളിലായ കടുവ ഏതാണ്ട് അല്പസമയത്തിനകം പുറത്തേക്ക് വന്ന് വനംവകുപ്പ് അതിനെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങേയറ്റം സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നെയാണ്, അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കടുവയെ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആളുകൾ എല്ലാവരും സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. DFO കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ആളുകൾക്ക് അതിനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് കടുവനെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. DFO അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. നമുക്ക് ഉദ്യോഗസ്ഥരെ കാണാം. ഇപ്പോൾ വല ഉപയോഗിച്ച് പുറത്തേക്ക് കയറ്റുകയാണ്. കടുവ അങ്ങനെ കൂട്ടിലായ കടുവ ഒടുവിൽ പുറത്തേക്ക് വരുന്നു. അങ്ങനെ കടുവ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. കടുവ പൂർണ്ണമായിട്ടും വലയ്ക്കുള്ളിലായിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു പ്രകോപനമില്ലാതെ തന്നെയാണ് കടുവ നിലവിൽ ആ കൂട്ടിനകത്ത് ഇരിക്കുന്നത്. യാതൊരു പ്രകോപനവും കടുവയ്ക്കില്ല. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് തന്നെ കടുവനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടിലാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.